ഹൈ +2 മാത്സ് മോഡൽ എക്സാമിൻ്റെ ആൻസർക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരു പേപ്പറാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഒരു റിലേഷൻ തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ ഡൊമൈനും റേഞ്ച് ചെയ്താനാണ് പറഞ്ഞത്. ഡൊമൈൻ നിങ്ങൾക്ക് അവിടെ കാണാം, റേഞ്ച് അവിടെ കാണാം. പിന്നെ അത് ഇക്വാലൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റിഫ്ലെക്സീവ് ആണ്, ബട്ട് സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. സോ ഇക്വാലൻസ് അല്ല എന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യന് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2 അത് π/4. പിന്നെ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. LHS RHS നിങ്ങൾക്ക് ആക്ച്വലി സെയിം ആയിട്ട് കിട്ടും. ആൻഡ് 2 സൈൻ ഇൻവേഴ്സ് x ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. അത് തന്നെയാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. ഓക്കെ. ആൻഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് മെട്രിക്സിലെ ഒരു 7 എലമെൻറ്റുള്ള മെട്രിക്സിലെ ഓർഡർ അത് പോസിബിൾ ആയിട്ടുള്ളത് 7/1 മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് അതിന് ആൻസർ ഇതാണ് വരുന്നത്. ഒരു 2/2 മെട്രിക്സ് ആണ് കേട്ടോ. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നാലാമത്തെ ചോദ്യത്തിൽ നിങ്ങളോട് ആദ്യം ചോദിച്ചത് 2x ഡെറിവേറ്റീവ് അത് 2x log 2 a(x) ആണെങ്കിൽ a(x) log a ടൈപ്പിൽ എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒരു sin x + cos y = xy എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് ചോദിച്ചു. cos x - y x + sin y. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ചോദിച്ചതാണ്. അതിപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് അത് ഡിഫൈൻ ചെയ്തത്. സോ എൻ പോയിൻറ്റ്സ് എടുക്കുക, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എടുക്കുക, ആ വാല്യൂസ് ഒക്കെ ആ ഫംഗ്ഷനിൽ കൊടുത്ത് നോക്കുക, ആൻസർ ഫൈൻഡ് ചെയ്യുക. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മാക്സിമം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആണ്. അത് 15ഉം മിനിമം വാല്യൂ കിട്ടിയത് -1 അത് അബ്സല്യൂട്ട് മിനിമം ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ അത് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു കിടിലം ക്വസ്റ്റ്യൻ. √sin x √sin x + √cos x ആണ്. 0 to π/2 ആണ് ലിമിറ്റ്. ആൻസർ π/4 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. പിന്നെ അടുത്തതുള്ളത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എയും ബിയും 2 വെക്ടർ തന്നിട്ടുണ്ട്. ആദ്യ ചോദ്യം അതിൻ്റെ സമ്മ് ഫൈൻഡ് ചെയ്യാൻ അല്ലേ. A+B ആൻസർ ഇതാണ് വരുന്നത്. 3i + 5j + 3k. ആൻഡ് പിന്നെ പ്രൊജക്ഷൻ ഓഫ് A1B ചോദിച്ചിട്ടുണ്ട്. ഇക്വേഷൻ A.B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B. പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യനിലെ നല്ലൊരു ക്വസ്റ്റ്യനാണ് പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ഒരു 2 ഡൈസ് ത്രോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങളോട് എയും ബിയും 2 ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു. ആ ഇവൻറ്റ് എന്താണെന്ന് അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് P(a) ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ 4 അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ് ആണ്. 4 ഏതെങ്കിലും നിങ്ങൾ 2 ത്രോ എറിയുന്ന സമയത്ത് 2 ഡൈസ് എറിയുന്ന സമയത്ത് ടോട്ടൽ 36 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കംസ്. ആ 36ൽ ഒരു വട്ടെങ്കിലും 4 വരാൻ ചാൻസ് ഉള്ളത് ആകെ 11 രീതിയിലാണ്. ഓക്കെ. 1 4 2 4 3 4 4 4 പിന്നെ അതേപോലെ തന്നെ 4 1 4 2 4 3 4 4 4 ഓൾറെഡി നമ്മൾ കൗണ്ട് ചെയ്തു. 4 5 4 6 ഒക്കെ വരും. 5 4 6 4 ഒക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് അവിടെ നമ്പർ ഓഫ് എ, അതായത് എ എന്ന് പറയുന്ന ഇവൻറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ 11 36 ആണ് പ്രോബബിലിറ്റി. രണ്ടാമത്തെ ബിയിലുള്ളത് എണ്ണം 4 ആണ്. സമ്മ് 5 വരുന്നത്. അപ്പോൾ അതേതൊക്കെ സമ്മ് 5 വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 4 2 3 3 2 4 1 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി 4/36. അങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ. ആൻഡ് അടുത്തത് ഇത് P(a)(b) ഉണ്ട് കേട്ടോ. അതും കൂടി ചെക്ക് ചെയ്യണം. P(a)(b) ഡിവൈഡഡ് ബൈ P(b). ഒമ്പതാമത്തത് റിലേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് x³ 1 1 ആണ് പ്രൂവ് ചെയ്യണം ഇൻജക്റ്റീവ് ആണെന്ന്. ഡിസ്റ്റിങ് ഇമേജ് എന്തായാലും ഉണ്ടാവും രണ്ടാമത്തെ സെറ്റിൽ. അപ്പോൾ 1 1 ആണ്. രണ്ടാമത്തെ ഒരു അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുക. 1 1 ആണെന്നും 1 2 ആണെന്നും പ്രൂവ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ½ × A + A ട്രാൻസ്പോസ് എഴുതുക, ½ × A - A ട്രാൻസ്പോസ് എഴുതുക. അത് രണ്ടിൻ്റെയും സമ്മായിട്ട് നിങ്ങൾക്ക് ഏനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റാണ്. യു വിൽ ഗെറ്റ് 4 മാർക്ക്. ഓക്കെ. ആൻഡ് അടുത്തത് 11ാമത്തത് log x ഏത് ഫംഗ്ഷൻ ആണെന്നാണ് ചോദിച്ചത്. log x ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ കേട്ടോ. ആൻഡ് 12ാമത്തത് അതിൻ്റെ ബി ക്വസ്റ്റ്യന് ഒരു സർക്കിളിൻ്റെ ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ചോദിച്ചിട്ടുണ്ട്. dr/dt റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് തന്നിട്ടുണ്ട്. ഇൻക്രീസിങ് റേറ്റ് 0.05 തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് 3.2 ആകുന്ന സമയത്ത് d/dt 0.32 π കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 12ാമത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് എന്നുള്ളതാണ്. എലിപ്സിൻ്റെ ഏരിയ 20 π ആണ് നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഡെഡ്യൂസ് ദ ഏരിയ ഓഫ് സർക്കിൾ x² + y² = 25 ചോദിച്ചിട്ടുണ്ട്. വെറുതെ ഒരു അനുമാനം നടത്താനാണ് നിങ്ങളോട് പറഞ്ഞത്. πr² ആയിരിക്കും ഏരിയ. എന്തായാലും 25 π ആയിരിക്കും ആൻസർ കിട്ടുക. അത് നിങ്ങൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്ത് ചെയ്യണോ നിർബന്ധമല്ല കേട്ടോ. ആൻഡ് അടുത്തത് ഇത് വെക്ടർ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യന് എയും ബിയും യൂണിറ്റ് വെക്ടറാണ്. A+B യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഇതിനിടയിലുള്ള എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ. അപ്പോൾ A+B ഹോൾ സ്ക്വയർ എടുക്കുക നിങ്ങൾ. മാഗ്നിറ്റ്യൂഡ് ഓഫ് A+B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A+B.A+B ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് A² മാഗ്നിറ്റ്യൂഡ് B² + 2ab കിട്ടും. 2ab നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് B cos θ എന്ന് ചെയ്ത് AB എന്ന് വെച്ചാൽ A.B കേട്ടോ.
അപ്പോൾ അവിടെ നിങ്ങൾക്ക് തീറ്റ ഫൈൻഡ് ചെയ്യാൻ പറ്റും. 2π/3 ആണ് ആൻസർ വരിക. പിന്നെ 14ാമത്തെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് ആണ്. ആൻസർ 3/√2 ആണ് വരുന്നത്. നമ്മളെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. പിന്നെ പ്രോബബിലിറ്റി ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ബേസ് തിയറം 2 ബാഗ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ബ്ലാക്ക് ബോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ബാഗ് എന്നാവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ ആണ് എഴുതേണ്ടത്. ആൻസർ 22/43 ആണ് വരുന്നത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കേട്ടോ. ആൻഡ് അടുത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓർഡറും ഡിഗ്രിയും ആദ്യം ചോദിച്ചു. ഓർഡർ 3യും ആൻഡ് അതിൻ്റെ ഡിഗ്രി വരുന്നത് 2 ആണ്. പിന്നെ ഒരു വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ ചെയ്യേണ്ട ഒരു സോൾവ് ചെയ്യേണ്ട ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനും അത് ഈസി ആയിരുന്നു. ആൻസർ നിങ്ങൾക്ക് കാണാം. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യന് നമ്മുടെ ഡിറ്റർമിനൻസ് 6 മാർക്കിന് എഴുതേണ്ടത്. ഫസ്റ്റ് x=b എന്ന് പറഞ്ഞ ഫോമിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് x=b എന്ന് പറഞ്ഞ ഫോമിൽ ഇങ്ങനെ മാറ്റി എഴുതാം. പിന്നെ a ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ 1/ഡിറ്റർമിനൻ്റ് ഇൻറ്റു അഡ്ജോയിൻ്റ് വെച്ച് അതും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. സോൾവ് ചെയ്യുമ്പോൾ എക്സും വൈയും സെഡും 1 2 3 ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് പിന്നുള്ളത് 18ാമത്തെ ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂറ്റിയിൽ നിന്ന് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നിയത്. 18ാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചത് പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ f(x) = x മൈനസ് mod x ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 0 എന്നാണ്. അപ്പോൾ പല രീതിയിൽ ഇത് ചെയ്യാം. ഞാനിവിടെ ചെയ്തത് ഇങ്ങനെയാണ്. x മൈനസ് mod x എന്ന് പറഞ്ഞാൽ mod x > 0 ആകുന്ന സമയത്ത് ആക്ച്വലി എക്സ് ആണ്. എക്സ് <0 ആകുന്ന സമയത്ത് mod xനെ -x എന്ന് ഡിഫൈൻ ചെയ്യുക. അതായത് ആക്ച്വലി f(x) എന്ന് പറയുന്നത് x > 0 ആകുന്ന സമയത്ത് 0യും x <0 ആകുന്ന സമയത്ത് 2x ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ 0യിലുള്ള LHL RHL ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 0 എന്ന് കിട്ടും. ആ ഫംഗ്ഷൻ്റെ അതായത് ഫംഗ്ഷൻ്റെ 0യിലുള്ള വാല്യൂം 0 ആണ്. അപ്പോൾ LHL RHL f(0) ഒക്കെ സെയിം ആയതുകൊണ്ട് നമുക്ക് 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. നല്ലൊരു ക്വസ്റ്റ്യൻ. ആൻഡ് ഈ ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് മാർക്ക് കിട്ടിയേക്കാം. കാരണം dx/dt യും dy/dt യും ഫൈൻഡ് ചെയ്ത് നമുക്ക് dy/dx പാരാമെട്രിക് ഫോം ഫൈൻഡ് ചെയ്യാം. പക്ഷേ d²y/dx² ചോദിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ പാരാമെട്രിക് ഫോമിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ചോദിക്കാറില്ല. പണ്ടൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലും ഇല്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ഇതിന് മാർക്ക് തരാൻ ചാൻസ് ഉണ്ട്. ഒട്ടുമിക്ക ടീച്ചേഴ്സ് ഇത് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഇനി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്കും കിട്ടും. ഓക്കെ, നിങ്ങളിത് ശരിയാണെങ്കിൽ മാർക്ക് കിട്ടും. അല്ലെങ്കിലും ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ മാർക്ക് കിട്ടട്ടെ. എൻ്റെ അടുത്തത് ഇത് നമ്മൾ ലോഗരിത്മിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു നല്ല ചോദ്യം. y = x⁻⁴ ആണ്. ലോഗ് രണ്ട് ഭാഗത്ത് അപ്ലൈ ചെയ്യുക, പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതാണ് ആൻസർ വരിക. ആൻഡ് അടുത്തത് ഇൻ്റഗ്രേഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രേഷൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പെർട്ടിക്കുലർ ഫംഗ്ഷൻ വെച്ച് ചെയ്യേണ്ടതാണ് ആദ്യത്തത്. ആൻസർ 2 tan ഇൻവേഴ്സ് x/2 ആണ് വരിക. രണ്ടാമത്തെ പാർഷ്യൽ ഫ്രാക്ഷൻ. ആൻസർ ലോഗ് mod x-2 ഡിവൈഡഡ് ബൈ x-1 വരും. മൂന്നാമത്തത് പാർട്സ് വെച്ച് ആദ്യം ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ലിമിറ്റ് കൊടുത്താൽ ആൻസർ π/2 + 1 കിട്ടും. ആൻഡ് അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ LPPയിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. മാക്സിമൈസ് ആയിരുന്നു ക്വസ്റ്റ്യന്. അപ്പോൾ ആദ്യം നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുക, ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യുക, കോർണർ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തുക. നാലാമത്തെ ഇവിടുത്തെ ഈ ഒരു കോർണർ പോയിൻറ്റ്സ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ 2 ലൈൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെഡിൽ നിങ്ങൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ വാല്യൂസ് കിട്ടും. എക്സിൻ്റെ വൈൻ്റെ ആ പോയിൻറ്റ്സ് കൊടുത്ത് നോക്കുന്ന സമയത്ത് ഫൈനലി മാക്സിമം വാല്യൂ Z ഈസ് 120 എന്ന് കിട്ടും. അത് 30 0 അതാണ് മാക്സിമം വാല്യൂ. മാക്സിമൈസ് ആണ് ചോദിച്ചത്, അത് കണ്ടെത്തിയാൽ മതി.